ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഷില്ലോങ്ങിനോട് വിട പറയുകയാണ്. അതായത് മേഘാലയയിൽ നിന്ന് നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് നാഗാലാൻഡിലേക്കാണ്. നാഗാലാൻഡിലെ ദിമാപൂർ അല്ലെങ്കിൽ കൊഹിമ ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത്. ഒന്നുകിൽ നമ്മൾ ദിമാപൂരിലായിരിക്കും അല്ലെങ്കിൽ കൊഹിമയിലായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നത്. ഏകദേശം ഒരു 7 മണിക്കൂർ 25 മിനിറ്റൊക്കെയാണ് നമുക്ക് കാണിക്കുന്നത്. 344 കിലോമീറ്ററാണ് ഷില്ലോങ്ങിൽ നിന്ന് അങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഷില്ലോങ് നഗരത്തിൻ്റെ കാഴ്ച നോക്കിയേ. നമ്മൾ ഡാർജിലിംഗ് ആ ഒരു ഭാഗത്തൊക്കെയുള്ള അതുപോലത്തെ സ്ഥലങ്ങളാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ മലമുകളിലൊന്നും ഇതുപോലെ നമ്മൾ ഒരിക്കലും വീട് കയറ്റൂല. കാരണം നമുക്ക് ഇത്ര സേഫ് അല്ല തോന്നും. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുത്തനുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും അവിടെ ഇതുപോലെ വീടുകൾ കയറ്റും. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ വേറെ ആൾ ഒന്ന് മാന്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഭയങ്കര പ്രശ്നമായിരിക്കും. ഇവിടെ ഒന്നും അതൊരു കുഴപ്പമേ ഇല്ല. നമുക്ക് കണ്ടു തോന്നും ആ വീട് ഇപ്പോൾ മുറിഞ്ഞു ചാടും തോന്നും. അങ്ങനത്തെ രീതിയിലൊക്കെ മാന്തിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഇവിടെ എങ്ങനത്തെ സ്ഥലമാണെങ്കിലും ഒരു വീട് എങ്ങനെങ്കിലും വീട് കെട്ടുക, അതിൽ നന്നായിട്ട് ജീവിക്കുക. അല്ലാതെ വീട് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം അങ്ങനത്തെ ചിന്താഗതി എന്നുള്ള ആളുകളൊക്കെ വളരെ കുറവാണ്. എന്തായാലും നമ്മൾ ഈ ഒരു നഗരത്തോട് വിട പറയുകയാണ്. കുറച്ച് ദിവസം നമ്മളിവിടെ താമസിച്ചൊരു സ്ഥലമാണ്. നല്ലൊരു സ്ഥലമാണ്. ജനങ്ങളും കാര്യങ്ങളൊക്കെ നല്ല സഹകരണവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഷില്ലോങ് എന്ന് പറയുന്നത്. മേഘാലയൻ പീപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഡീസൻ്റാണ് എന്നാണ് മനസ്സിലായത്. ഇനി നമ്മൾ നാഗാലാൻഡിലേക്കാണ് പോകുന്നത്. നാഗാലാൻഡിനെ പറ്റി വളരെ നല്ല അഭിപ്രായങ്ങളൊന്നുമല്ല കേൾക്കുന്നത്. ജനങ്ങളെക്കുറിച്ചൊക്കെ പൊതുവെ വളരെ മോശമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും നമ്മളിനി ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ കണ്ടോ, നഗരത്തിൽ വെയിലും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ വെയിൽ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാർച്ച് ഏപ്രിൽ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇവിടെ ഫാനിൻ്റെ ആവശ്യമില്ല. വെയിലുണ്ടെങ്കിൽ പോലും റൂമുകളിലൊന്നും ചൂടില്ല, തണുപ്പ് കാലാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ തന്നെ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു മാസങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും തണുപ്പ് എന്നുള്ളത്. നല്ല മഴ ലഭിക്കുന്ന കാലമാണ്. കണ്ടോ, ഇതാണ് ഷില്ലോങ്ങിലെ സ്റ്റേഡിയം, ഫുട്ബോൾ സ്റ്റേഡിയം. കണ്ടോ, ഷില്ലോങ് ലജോങ് എന്ന് പറഞ്ഞൊരു ടീം ഐ ലീഗിലുണ്ടായിരുന്നു. കണ്ടോ, ആ ടീമിൻ്റെയൊക്കെ ഹോം ഗ്രൗണ്ടാണ് ഈ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഇവിടെ ഹോളി ആഘോഷമാണ്. കണ്ടോ, പിള്ളേർ കണ്ടോ, 2 പേര്. ഇവിടെ കുറേ ആളുകളെ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തൊന്നും മനസ്സിലായില്ല. ടുഡേ ഹോളി കനാം My name Lucas നാം ഓക്കെ ഓക്കെ അച്ഛാ ഭയ്യ ഓക്കെ താങ്ക് യു. അപ്പോൾ കണ്ടോ, ഇവർ കവറ കണ്ടോ ഇവരെടുത്ത്. അപ്പോൾ അതിങ്ങനെ ഓരോരുത്തരെ തേച്ച് വിടുകയാണ്. ഓക്കെ. അപ്പോൾ പോകുന്ന വഴി കണ്ടോ കുറേ ആളുകളുണ്ട്. എനിക്ക് എന്തൊന്നും മനസ്സിലായില്ല. ഹോളി ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. കണ്ടോ, ഇയാളെ കണ്ടോ, പിള്ളേരും വലിയ ആളുകളും ചെറിയ കുട്ടികളും എല്ലാവരും കണ്ടോ. ഇതാ നോക്കിയേ, ആ വണ്ടിയിൽ പോകണ നോക്കിയേ. എൻ്റെ പൊന്നെ, കളറിൻ്റെ ഒരു ആഘോഷം. അപ്പോൾ ഈ ഒരു ആസാമൊക്കെ പ്രവേശിച്ചപ്പോഴാണ് ഈ ഒരു ഇത് കണ്ടത്. മേഘാലയയിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. കണ്ടോ, ഒരാൾ പോകണ നോക്കിയേ. അപ്പം ഞാൻ ആ പിള്ളേരോട് ചോദിച്ചു എന്താണിത് പരിപാടി എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇന്ന് ഹോളിയാണ്. കണ്ടോ, അത് ഒരുത്തം വരുന്ന നോക്കിയേ. ഇപ്പോൾ ഏതായാലും നമ്മൾ ഗുവാഹട്ടി എത്തി. നമ്മളിനി തിരിച്ചു പോകുമ്പോൾ നമ്മൾ അവിടുന്ന് മേഘാലയയിൽ നിന്ന് പിന്നെ നാഗാലാൻഡിക്കോ അല്ലെങ്കിൽ മിസോറാമിക്കോ എങ്ങോട്ട് പോവുകയാണെങ്കിലും നമ്മളെ ആസാം ടച്ച് ചെയ്ത് പോകണം. ആസാമിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളാണ് ഈ സ്റ്റേറ്റുകളൊക്കെ. ഈ നോർത്ത് ഈസ്റ്റിൻ്റെ ഒക്കെ ഒരു ഹബ്ബാണ് ഈ ഒരു ഗുവാഹട്ടി. കാരണം അവർക്കൊക്കെ പെട്ടെന്ന് വരാൻ പറ്റിയ ഒരു സിറ്റിയാണ് ഗുവാഹട്ടി എന്ന് പറയുന്നത്. കണ്ടോ, 1-2 പേരൊന്നുമല്ല, കണ്ടോ എല്ലാവരും ഹോളിയിൽ മുങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇയാളൊക്കെ നോക്കിയേ, ഇയാളൊക്കെ ഹോളി നന്നായി ആഘോഷമാണ്. മുഖം വണ്ടി മുഴുവനായിട്ട് ഹോളിയിലൂടെ കുളിപ്പിച്ചിട്ടുണ്ട്. ആസാമിൽ നിന്ന് ദിമാപൂരിലേക്കുള്ള റോഡാണിത്. ദിമാപൂരിലേക്കാണെങ്കിലും അതുപോലെ തന്നെ മേഘാലയയിലെ ഷില്ലോങ്ങിലേക്കാണെങ്കിലും ഒക്കെ നല്ല റോഡുകളാണ്. ആസാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ അതുപോലെ നിരന്ന സ്ഥലങ്ങളാണ്. നല്ല റോഡിന് നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല കേട്ടോ, ഇവിടെ ചൂടായി
വെയിലില്ലെങ്കിലും ഇവിടെ ചൂടായിപ്പോൾ. ഇന്ന് ഈ ഹോളി ആയതുകൊണ്ട് ഇവിടെ ഒരുവിധം കടകളൊക്കെ ഒഴിവാണ്. പിന്നെ മാത്രമല്ല പെട്രോൾ പമ്പിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ. ഞാൻ കുറച്ച് മുന്നേ പെട്രോൾ പമ്പിൽ നിന്ന് അടിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു ഭാഗത്ത് കയറാൻ ഭയങ്കര തിരക്കാണ്. കാരണം എല്ലാവരും വണ്ടി എടുത്ത് ഇന്ന് ഒരു ഇറങ്ങുന്നൊരു ദിവസമാണ്. എല്ലാവർക്കും ലീവാണ്, കടകളൊക്കെ ലീവാണ്. കണ്ടോ, വണ്ടികളിലൊക്കെ ചെത്തിപ്പൊളിച്ച് നടക്കുന്നൊരു ദിവസമാണെന്ന്. അടിയിൽ കാലൊക്കെ കൊടുത്ത് കണ്ടോ, വെറും ഇങ്ങനത്തെ ഐറ്റംസ് മാത്രം. അങ്ങനത്തെ കടകളാണ് ഈ ഒരു ഭാഗത്ത് ധാരാളം ഉള്ളത്. കുറേ കണ്ടു, കുറേ ബാക്കിൽ കുറേ കണ്ടു. ഞാൻ ഇവിടുന്ന് നിർത്തിയപ്പോഴേക്ക് ഈ ഒരു സ്ഥലത്ത് കണ്ടോ, ഈ സൈഡിൽ കാല് കൊടുത്ത് പൊന്തിച്ചിക്കാണ്. കാരണം ഇങ്ങനത്തെ സ്ഥലം അറിയാലോ. അപ്പം ഇങ്ങനെയൊക്കെ കടകൾ ഉണ്ടാക്കാം. നമ്മുടെ നാടുകളിൽ ഇങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ട് കടകൾ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഫുള്ള് ഇങ്ങനത്തെ എല്ലാ ഉൽപ്പന്നങ്ങളും അതുപോലെ കണ്ടോ, പുതിയ പുതിയ കടകൾ അവരുണ്ടാക്കി വരുന്നുണ്ടോ. നമുക്ക് ഈ ഒരു കടയിലൊന്ന് കയറി നോക്കിയാലോ. ഈ കടയിലൊന്ന് കയറട്ടെ, എന്തൊക്കെയാണ് ഇവിടുത്തെ കഥകളെന്ന് അറിയണമല്ലോ. ഒന്ന് നമുക്ക് പറ്റുന്ന സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കും ചെയ്യാം. ഹായ്, बैग कितना है? दिस बैग 220 इंग्लिश में? 220 इंग्लिश 220. ഈ ഒരു ഭാഗത്ത് ചൂല്, പായ, ബാഗുകൾ, അങ്ങനത്തെ എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. കണ്ടോ, അങ്ങനത്തെ ചെറിയ ചെറിയ കൊട്ടകൾ എല്ലാം. പിന്നെ മുറം, അങ്ങനത്തെ പഴയ സംഭവങ്ങളാണ്. കണ്ടോ, ഇതൊക്കെ നല്ല നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ക്വാളിറ്റിയുള്ള സംഭവമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാലാണ് കുറേ കരകൗശല വസ്തുക്കളുള്ളത്. കുറേ ഡിസൈൻ ചെയ്ത് കണ്ടോ, അലങ്കാര വസ്തുക്കൾ ധാരാളം ഉണ്ട് ഇവിടെ. എല്ലാം പോളിഷൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയാണ്. കണ്ടോ, ഒട്ടുമിക്ക മൃഗങ്ങളും പക്ഷികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും നല്ലൊരു കാഴ്ച. ഞാൻ ഒരു കടയിൽ കണ്ടപ്പോൾ ഇങ്ങനെ കയറിയതാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഫോട്ടോകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ, ഈ മുളയിൽ തന്നെ തീർത്തിട്ടുള്ള സംഭവങ്ങളാണ്. ഇവിടെ നൂലുകൊണ്ടൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. കണ്ടോ, ഇങ്ങനത്തെ മീൻ ഞാൻ അവിടെ നിന്ന് മേടിച്ചിരുന്നു. ഇത് എത്ര ചോട്ടെ? ജിസ്കത്തിനാ 250. ഭയങ്കര റേറ്റാണ് ഇവിടെ. ഞാൻ അവിടുത്തെ 150 രൂപക്കാണ് മേടിച്ചതിൻ്റെ. ഈ ഒരു ഭാഗത്ത് നല്ല റേറ്റാണ്. വാച്ച്, ക്ലോക്കുകൾ, മുറങ്ങൾ, പായ, അങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ. പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അയ്യോ, നല്ല ഡിസൈൻ വരച്ച കണ്ടോ. ഈ ഇത് നോക്കി, കട നോക്കിയേ, പലകട്ടിട്ടുള്ളൊരു കടയാണ് കട. പിന്നെ ആ ഒരു ഭാഗത്ത് നോക്കിയേ, ആ ഒരു പായയിൽ ചിത്രം വരച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ, കീ ചെയിൻ മുതൽ ജഗ്, അതുപോലെ തന്നെ ഗ്ലാസ്, അങ്ങനത്തെ A to Z എന്ന് പറയാം. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇത് എല്ലാം ആസാമിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. കണ്ടോ, അത് ഓരോ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞത്. കണ്ടോ, ഇത് വേറെ ഐറ്റം. കണ്ടോ, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ മാറ്റമുണ്ട്. കണ്ടോ, ഇത് വേറൊരു സംഭവമാണ്, അതേപോലെ തന്നെ വേറൊരു സംഭവമാണ്. കണ്ടോ, അതുപോലെ അങ്ങനെ പല പല ക്വാളിറ്റിയിലുണ്ട്. മുഴുവൻ ആസാമിൻ്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ ഒരു കടയിലെ കാഴ്ചകൾ. ഇതുപോലെ ധാരാളം കടകൾ ഈ സൈഡിൽ ഉണ്ട്. കണ്ടോ, ഒരു ഫോറസ്റ്റ് ഏരിയ എത്തി. ഇതിൻ്റെ സൈഡിലാണ് ചെറിയൊരു മഞ്ഞ, ഈ ഒരു മരങ്ങളിൽ നിന്നുള്ള ആ ഒരു പൂക്കളാണോ, അതിങ്ങനെ വീണ് ആ സൈഡിൽ ഇങ്ങനെ ഒരു മഞ്ഞ കളർ ആയിട്ടുണ്ട്. ദിമാപൂരിലേക്ക് പോകുന്ന വഴിയാണ്. കണ്ടോ, സ്ട്രൈറ്റ് റോഡാണ്. ചെറിയ റോഡാണെങ്കിലും നല്ല അടിപൊളി റോഡ്. കണ്ടോ, അങ്ങനെ തല കാണുന്നില്ല, അങ്ങനത്തെ ഒരു റോഡാണ്. നമ്മളിപ്പോൾ നാഗാലാൻഡിലെത്തി. കണ്ടോ, വെൽക്കം ടു നാഗാലാൻഡ്. ഒരു ഗേറ്റ് മുന്നേ കാണാൻ പറ്റും. ഇവിടേക്ക് കയറിയപ്പോഴും ചെക്കിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൊറോണൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളാകെ കണ്ടത് പിന്നെ മേഘാലയക്ക് മാത്രമാണ് അങ്ങനെ ഒരു ഇത് കണ്ടത്. ഇപ്പോൾ സമയം 5:28. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഇരുട്ടായി തുടങ്ങും കേട്ടോ. നമ്മളവിടെ ഒന്നും ഈ സമയത്ത് ഇരുട്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഭാഗത്ത് ഈ ഒരു സമയം ഒരു 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുട്ടാണ്, പെട്ടെന്ന് ഇരുട്ടാവും. അപ്പോൾ ഇരുട്ടായി തുടങ്ങി. ഇനി നമുക്ക് ഒരു റൂം നോക്കണം. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു റൂം ഇന്ന് സംഘടിപ്പിക്കണം.
നമ്മൾ റൂം നോക്കി ഇങ്ങനെ ദിമാപൂർ ടൗണിലൂടെ നടന്നപ്പോഴാണ് കണ്ടവർ ഹിമാലയൻ നമ്മളിങ്ങനെ റൂം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓൺലൈനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ റേറ്റുള്ളത് ഏതാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറഞ്ഞ റൂം എവിടെയെങ്കിലും കിട്ടാണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നീ എന്തിനാണ് റൂം നോക്കുന്നത്, നീ വീട്ടിലേക്ക് പോരെ. അങ്ങനെ ഇയാളുണ്ടല്ലോ, ഇയാളാണ് നമ്മൾ വിളിച്ചു വരുന്നത്. നാം ഓക്കെ ഭയ്യ, നാം ജാമിയ, പിന്നെ ഫ്രണ്ടാണിത് നാം ജാന്ത്. ഓക്കെ അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു റൂം നോക്കിയുള്ളൂ. അപ്പോൾ പറഞ്ഞു എന്തിനാണ് റൂം നോക്കി നടക്കുന്നത്, പൈസ കൊടുത്ത് ചിലവാക്കുന്നത്, നമ്മൾ റൈഡേഴ്സ് തന്നെയാണ്. അപ്പോൾ നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നീ എൻ്റെ റൂം വീട്ടിൽ പോരെ, വീട്ടിൽ റൂമുകൾ ഒഴിവാണ്, പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ഫ്രണ്ടും ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നീ പോരാ, അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇയാളുടെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ ഇവർ ഫ്രീ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓല കൂടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഗുഡ് ബൈ.